പ്രിയപ്പെട്ടവരെ, കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കുറേ പരസ്യങ്ങളാണ്. വിദേശത്ത് ജോലി നേടാം, വെയർഹൗസിൽ ജോലി നേടാം, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ ജോലി നേടാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വരുന്നതല്ല ഇങ്ങനത്തെയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾ അറിവുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്തു കൊടുക്കുക. അത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ആരെയും മോശമാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നവരെ തറടിച്ച് കാണിക്കാനോ അല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാനീ പറയുന്നത്. 19 വർഷമായി ഞാൻ ഗൾഫിൽ വന്നിട്ട്. അതിനിടയിൽ ഒരുപാട് ജോലികൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, പല പല കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ലത് മോശമായ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. എനിക്കിവിടെയുള്ള ഒരു വെയർഹൗസ് ഞാൻ 2 കമ്പനിക്കായിട്ട് റീറെൻ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വെയർഹൗസ് സൂപ്പർവൈസറും ഒരു അക്കൗണ്ടൻറ്റും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ലോക്കൽ വെബ്സൈറ്റിൽ എൻ്റെ നമ്പറും വെച്ചൊരു പരസ്യം ഇട്ടു. ഇങ്ങനെ 2 ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, മണിക്കൂറുകൾക്കകം ഇവിടെ സ്വന്തമായി വിസയുള്ള ആളുകൾ മണിക്കൂറുകൾക്കകം ഏകദേശം ഒരു 180-ലധികം CV അയച്ചു തന്നു. പല ആളുകളും വോയിസ് മെസ്സേജ് അയച്ചു, കോൾ ചെയ്തു. അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്കും മെസ്സേജുകളും കോളുകളും കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. കാരണം എൻ്റെ ആ നമ്പർ എടുത്ത് വേറെ ആരൊക്കെയോ ഷെയർ ചെയ്തു. മറ്റൊരു വെബ്സൈറ്റുകാർ അത് ഷെയർ ചെയ്തുകൊണ്ടാവാം നിരന്തരം കോളുകൾ വന്നു. അവസാനം 2-3 ദിവസത്തിന് ശേഷം ആ നമ്പറെ ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. പറഞ്ഞു വരുന്നത് നിങ്ങളെ നിരാശപ്പെടുത്താനല്ല. ഈ മേഖലയിൽ ഒരുപാട് പേര് തൊഴിലില്ലാതെ നിലവിൽ വിസയുള്ളവർ തന്നെ ഈ നാട്ടിലൊക്കെ ഉണ്ട്. നിങ്ങളൊരു കോഴ്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ കോഴ്സിനെ കുറിച്ച്, സാധ്യതകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി. വീണ്ടും പറയുന്നു, ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട ആവശ്യമില്ല. എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പങ്കുവച്ചത്. നന്ദി.